ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെജ് പിസയാണ്. അപ്പോൾ ഇത് ഫ്രൈ പാനിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൽ ഈസ്റ്റ് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ പിസയുടെ മെയിൻ സംഭവമായിട്ടുള്ള ചീസും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് ഈ കാണുന്ന വൈറ്റ് സംഭവം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ ചീസിന് പകരം എന്താ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നല്ല ടേസ്റ്റാണ്. ചീസ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പിസയുടെ ബേസിന് വേണ്ടിയിട്ടുള്ളത് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ച് മാവാക്കി എടുക്കാം. അപ്പം നല്ലോണം കുഴച്ചിവിടെ മാവാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊരു കിച്ചൺ ടവൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 മണിക്കൂർ മാറ്റി വെക്കാം. ഇനി നമുക്ക് പിസക്ക് വേണ്ടിയിട്ടുള്ള സോസ് തയ്യാറാക്കാം. അപ്പം അതിനായിട്ട് ഒരു പാനിലോട്ടേക്ക് ഒരു ചെറിയ ഉള്ളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി, പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ടേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വരെ വേവിക്കാം. ഉള്ളിയും തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. ആ വെള്ളത്തോട് കൂടി തന്നെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാനിലോട്ടേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ടേക്ക് ഒരു 3/4 ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ടേക്ക് ഒരു 3/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അത് നന്നായിട്ടൊന്ന് കുറുകി വരണം. അപ്പൊ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാം. പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി വേറൊരു പാനിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ചെറിയ തീയിൽ വേണം വെക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് മൈദ കരിഞ്ഞു പോകും. ഇനി ആ മൈദയുടെ പച്ചമണക്കൊന്ന് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ശ്രദ്ധിക്കണം, പാല് ചേർക്കുമ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ മൈദ കട്ട പിടിച്ചു പോകും. അപ്പം ഈ ഒരു വൈറ്റ് സോസ് ആണ് നമ്മൾ ചീസിന് പകരമായിട്ട് പിസയിൽ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ വൈറ്റ് സോസ് ഏകദേശം കട്ടിയൊക്കെ ആയി വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു പാകത്തിനാണ് വൈറ്റ് സോസ് എടുക്കേണ്ടത്. നമ്മൾ വൈറ്റ് സോസ് റെഡി ആയിട്ട് നമുക്ക് പിസയുടെ ബേസ് പരത്താം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഡോ നോക്കാം.
അപ്പം അത് ഒന്നും കൂടി എടുത്തിട്ട് ഒന്നിങ്ങനെ കുഴച്ചു കൊടുക്കുക. റൗണ്ടായിട്ട് പരത്തിയെടുക്കാം. അപ്പം ഞാനിവിടെ തിന്നായിട്ടാണ് പരത്തുന്നത്, അധികം തടിയിൽ പരത്തുന്നില്ല. കാരണം നമ്മൾ ഒന്നാമത് ഫ്രൈ പാനിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അധികം തടിയിൽ ചെയ്താൽ ഉള്ളി ശരിക്ക് വെന്ത് കിട്ടില്ല. അതുകൊണ്ട് കുറച്ച് നേർങ്ങനെ പരത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മാവിന് ഇത്രയും വലുപ്പത്തിലായിട്ടുണ്ട്, പിസ്സയുടെ ബേസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ പൊന്തി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കുത്തി കൊടുക്കുന്നത്. അത് നന്നായി ചൂടായ ഒരു ഫ്രൈ പാനിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വേണം വെക്കാൻ. ഈ ഒരു സൈഡ് ഏകദേശം കുക്കായി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് പിസ്സ സോസ് ഇട്ട് കൊടുക്കാം. നമുക്ക് വൈറ്റ് സോസും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിന്റെ മേലെ നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഉള്ളിയും ക്യാപ്സിക്കവും പിന്നെ തക്കാളിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് ടോപ്പിംഗ്സ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പൊ ചിക്കൻ പിസ്സ ആക്കണമെങ്കിൽ അതിൽ ചിക്കൻ യൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിന്റെ മേലെ കുറച്ചും കൂടി വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിന്റെ മേലെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് മൂടി വെച്ച് 15 മിനിറ്റ് വരെ ചെറിയ ഫ്ലെയിമിൽ പിസ്സ കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മളെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്, ചീസ് ഇല്ലാന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. വൈറ്റ് സോസിന്റെ കോമ്പിനേഷനും സൂപ്പറാണ്. അപ്പം എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതിന്റെ ബേസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഫ്രൈ പാനിലാക്കിയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കുക. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.